ന്യൂട്രോണിയൻ ഫിസിക്സ് നേരിട്ട് ചില വലിയ വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത്, നൂറ്റാണ്ടുകളോളം പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ന്യൂട്ടന്റെ നിയമങ്ങൾ വെച്ചായിരുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഈ നിയമങ്ങളൊക്കെ ഒന്ന് പതറാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം ഏണസ്റ്റ് മാക് എന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്ന ചില ചോദ്യങ്ങളാണ്. ന്യൂട്ടൻ വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചത്തിലൊരു കേവല സമയം അഥവാ ആബ്സല്യൂട്ട് ടൈം ഉണ്ടെന്നാണ്. എന്നുവെച്ചാൽ എന്ത് സംഭവിച്ചാലും ഒരേ വേഗതയിൽ മുന്നോട്ടു പോകുന്ന ഒരു യൂണിവേഴ്സൽ ക്ലോക്ക് പോലെ. അപ്പോൾ മാക് വളരെ ലളിതമായി ചോദിച്ചു, അങ്ങനെയൊന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയും? പോരാത്തതിന് അദ്ദേഹം വേറൊരു വിപ്ലവകരമായ ഐഡിയയും പറഞ്ഞു. ഒരു വസ്തുവിന്റെ ചലനം അതിന് മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കളും, അങ്ങ് ദൂരെയുള്ള നക്ഷത്രങ്ങൾ വരെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം പ്രകാശത്തെക്കുറിച്ചായിരുന്നു. ഓക്കെ, പ്രകാശം ഒരു തരംഗമാണെങ്കിൽ ശൂന്യതയിലൂടെ അതെങ്ങനെയാ സഞ്ചരിക്കുന്നേ? ശബ്ദത്തിന് വായു വേണ്ടതുപോലെ പ്രകാശത്തിനും ഒരു മീഡിയം വേണ്ടേ? ശാസ്ത്രജ്ഞർ ഈ സാങ്കല്പിക മീഡിയത്തിന് ഈതർ എന്നു പേരിട്ടു. പക്ഷെ ഇവിടെയായിരുന്നു യഥാർത്ഥ തലവേദന. ഈ ഈതറിന് ഒരേ സമയം രണ്ട് സ്വഭാവങ്ങൾ വേണമായിരുന്നു. ഒന്ന്, പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന അത്ര ഉറപ്പുള്ളതായിരിക്കണം. രണ്ട്, ഗ്രഹങ്ങൾക്കൊന്നും ഒരു തടസ്സവുമുണ്ടാക്കാത്ത അത്ര നേർത്തതുമായിരിക്കണം. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും, അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ന്യൂട്ടന്റെ ഭൗതികശാസ്ത്രമെന്ന ആ വലിയ കോട്ടയിൽ പതുക്കെ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. ഇത് ഐൻസ്റ്റീനെ പോലുള്ളവർക്ക് പുതിയ വഴികൾ തുറഞ്ഞുകൊടുത്തു.